വാക്സിൻ എടുക്കുന്ന ഇമ്പോർട്ടൻസ് അത് നമ്മൾ ചില ഡിസീസുകൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു, പോളിയോ പോലുള്ള ഇപ്പൊ നമ്മളൊന്നും കാണാറില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പോളിയോ ഉള്ള ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ ഭൂമിനെ തുടച്ചു നിൽക്കാനുള്ള ഒരു പ്രക്രിയയാണ് വാക്സിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇവൻ ടി തരുന്നത് പോലും ബേബീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് നോട്ട് ഫോർ യു. നിങ്ങളുടെ വാക്സിനൊക്കെ നിങ്ങൾ പണ്ടേ എടുത്തു. ശരിക്കും പറഞ്ഞ ബേബി വന്ന 6 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ടി ടെറ്റനസ് കൊടുക്കുന്നത്, കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിനെതിരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ വാക്സിൻ തരുന്നത്. അപ്പൊ നിങ്ങളുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, നിങ്ങൾ ആ ഇമ്മ്യൂണിറ്റി കുട്ടിക്ക് പാസ് ചെയ്യും. ഈ പൊക്കിൾക്കൊടി കൂടെ ഒക്കെ ടെറ്റനസ് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പൊക്കിൾക്കൊടിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുറത്തുള്ള ഒരു കൗഡങ്ങൊക്കെ ചിലർ ഉപയോഗിക്കുമായിരുന്നു പണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടെറ്റനസ് അതിനകത്തൂടെ കയറിയിട്ട് ബേബീസിന് ടെറ്റനസ് ഉണ്ടാകുന്ന ഒരു പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫോട്ടോസ്, ഇങ്ങനെ വില്ല് പോലെ നിൽക്കുന്ന കുട്ടികൾ, ചെറിയ കുട്ടികൾ. അപ്പൊ അതൊക്കെ ടെറ്റനസിന്റെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ടത് വാക്സിൻ എടുത്തിട്ടാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില വാക്സിൻസ് മാത്രമേ ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്നുള്ളൂ. പ്രൈവറ്റിലാണ് കുറച്ചുകൂടെ അധികം ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഓരോ ഡിസീസും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ അധികം ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. നേരത്തെ ഈ ടി ടി എങ്ങനെയാണ് ഇപ്പൊ ടി ഡി ആയത്? ഇപ്പൊ നിങ്ങൾ എല്ലാവരും എടുക്കുന്നത് ടി ഡി വാക്സിനാണ്. ടി ഡിനകത്ത് ടെറ്റനസും ഉണ്ട്, ഡിഫ്തീരിയ ഉണ്ട്. അപ്പൊ അത് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാവരും തന്നെ അത് ടെറ്റനസ് ഇങ്ങനെ നിർത്താനുള്ള ഒരു സ്റ്റേജിലേക്കായിരുന്നു. അപ്പോഴാണ് കുറച്ച് വാക്സിൻ വിരോധികൾ വാക്സിൻ കൊടുക്കാത്ത കാരണം ഡിഫ്തീരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം നമുക്ക് വീണ്ടും വന്നത്. 2016-ലോ 17-ലോ ആണ് അത് വന്നത്. ഈ കൊടിഞ്ഞിയിലുള്ള 1-2 കുട്ടികൾക്കാണ് വന്നത്. അപ്പൊ അത് കൊടുക്കാത്ത കാരണം 1-2 കുട്ടികൾ മരിച്ചു. ഒരു 13 years 12 years ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ മരിച്ചു. ആ സമയത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഹെൽത്ത് കെയർ വർക്കേഴ്സ് എല്ലാവരും തന്നെ ആ വാക്സിൻ എടുക്കേണ്ടി വന്നു. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ വാക്സിൻ എടുക്കുന്നത്. പല രീതിയിൽ കൊടുക്കാറുണ്ട്. ഇപ്പൊ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വാക്സിൻ കൊടുക്കാറുണ്ട്. അത് ഒന്ന് BCG ആണ്. BCG TB വരാതിരിക്കാനുള്ള വാക്സിനാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. മഞ്ഞപ്പിത്തം നമുക്കറിയാം. മഞ്ഞപ്പിത്തം പല രീതിയിൽ വരാം. ഹെപ്പറ്റൈറ്റിസ് എ ആണ് നിങ്ങൾ കോമൺലി കാണുന്നത്, ഈ വെള്ളത്തിൽ കൂടെ പകരുന്ന. സ്കൂളിൽ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. സ്കൂൾ ചിലപ്പോൾ അടക്കേണ്ട അവസ്ഥ വരും. അതൊക്കെ ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഈവൻ അതിനും കൂടെ വാക്സിൻ ഉണ്ട്. അതൊക്കെ ഇപ്പൊ ഓപ്ഷണൽ ആയിട്ടുള്ളത്. വിവരമുള്ളവർ മാത്രമേ അതിന് വാക്സിൻ എടുപ്പിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം സ്കൂളിൽ ഒരു എപ്പിസോഡ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് വന്നു. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ നേരത്തെ വാക്സിനേറ്റ് വെക്കുകയാണെങ്കിൽ അവർക്ക് ആ അസുഖം വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് എല്ലാ അസുഖങ്ങളും. ഒരുപാട് വാക്സിൻസും ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ അത് റൂട്ടീനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് അനുശാസിക്കുന്ന ചില വാക്സിൻസ് ഉണ്ട്. അതാണ് ഗവൺമെന്റ് റൂളിൽ പോകുന്നത്. അതല്ലാതെ ടൈഫോയിഡ്, ചില എക്സ്ട്രാ വാക്സിൻസ് ഉണ്ട്. ചിക്കൻ ബോക്സ് വൈറസിന്റെ വാക്സിൻ. അപ്പൊ ആർക്കൊക്കെയാണ് ആ റിസ്ക് കൂടുതലുള്ളത് അവർക്ക് ആ വാക്സിൻ എടുക്കാം. വാക്സിൻ എടുത്താൽ അത്രയും കാലം നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്.